സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജനുവരി 22-ന് നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, മെഡിസെപ്പ് ചികിത്സ കാര്യക്ഷമമാക്കുക, സർക്കാർ വിഹിതം ഉറപ്പാക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജനുവരി 22-ന് പണിമുടക്കുന്നതെന്ന് NGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സതീഷ് കുമാർ പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22-ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ പണിമുടക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക 19%, 6 ഗഡുക്കൾ, അതുപോലെ തന്നെ 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക, 11ാം ശമ്പള കമ്മീഷന്റെ അരിയർ അനുവദിക്കുക, മെഡിസെപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, ഏൺ ലീവ് സറണ്ടർ പണമായി നൽകുക, ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരും നാളെ ജനുവരി 22-ന് പണിമുടക്കുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാർ ഒത്തുകൂടി നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ ഗിരീഷ് M, വിവിധ സംഘടനാ നേതാക്കളായ മുരളീധരൻ മാസ്റ്റർ, ഹരിദാസ്, N. ജോയ് എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി.